കേരള തീരത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് അർദ്ധരാത്രിയോടെ തിരശീല വീണു. നിരോധനം അവസാനിച്ചതിന് പിന്നാലെ ഹാർബറുകളിൽ സ്ഥാപിച്ചിരുന്ന ചങ്ങലകൾ നീക്കം ചെയ്ത് ബോട്ടുകൾ കടലിലേക്ക് യാത്ര തിരിച്ചു. മത്സ്യബന്ധന സീസണിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മത്സ്യബന്ധന മേഖല ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. മത്സ്യബന്ധനത്തിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി 10,000-കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹാർബറുകളിൽ തിരിച്ചെത്തി. ഐസ് പ്ലാന്റുകളും മെറൈൻ ഇന്ധന പമ്പുകളും പൂർണ്ണസജ്ജമായി പ്രവർത്തനം ആരംഭിച്ചു. നിരോധന കാലയളവിൽ പല തുറമുഖങ്ങളിലും യന്ത്രവൽകൃത ബോട്ടുകളും സഞ്ചാരവും നങ്കൂരമിടലും കർശനമായി വിലക്കിയിരുന്നു. നിരോധനം അവസാനിക്കുന്നതിന് തൊട്ടുമുൻപുള്ള 3 ദിവസങ്ങളിൽ ബോട്ടുകൾക്ക് ഇന്ധനം നിറക്കുന്നതിനായി നിയന്ത്രിത ഇളവ് അനുവദിച്ചിരുന്നു. പുലർച്ചെ മുതൽ വിവിധ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ നിന്നും 100-കണക്കിന് ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെട്ടത് ആവേശകരമായ കാഴ്ചയായി. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് അവയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നതിനുമായി ഏർപ്പെടുത്തിയിരുന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷമാണ് ബോട്ടുകൾ വീണ്ടും കടലിലിറങ്ങിയത്. നിരോധന കാലത്ത് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ, വലകളുടെ നവീകരണം, യന്ത്രങ്ങളുടെ പരിപാലനം എന്നിവ പൂർത്തിയാക്കിയ മത്സ്യത്തൊഴിലാളികൾ മികച്ച മത്സ്യലഭ്യതയുടെ പ്രതീക്ഷയിലാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.